അതിനായുള്ള ഒരു അടിയന്തര ശ്രദ്ധ അങ്ങയുടെ ഭാഗത്തുനിന്ന് ഇന്നലെ തുടങ്ങിക്കഴിഞ്ഞു. ഉണ്ടാവണമെന്നൊരു അഭ്യർത്ഥന മാത്രമാണ്. അത് ഇന്നലെ തുടങ്ങിക്കഴിഞ്ഞു. ഇത് 8-ാം തീയതി പ്രധാനമന്ത്രി സംസാരിച്ചപ്പോൾ പറഞ്ഞത് നമ്മളിത് ഊതി തന്നെ കേൾക്കണം. ജനങ്ങളുടെ അവകാശമാണിനി. ഒരു ഭരണം ജനപക്ഷത്തേക്ക് ഇങ്ങനൊരു വലിയൊരു വിപ്ലവമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. 2016 ഒരു രാജ്യം ഒരു ടാക്സ് എന്ന് പറഞ്ഞെങ്കിൽ ആ ടാക്സ് എന്തായിരിക്കണമെന്ന് നമ്മൾ ഇത്രയും കാലം വളർന്ന് നിശ്ചയിച്ച് വെട്ടിച്ചുരുക്കി ജനങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുചെന്ന് ചേർക്കുന്നതിന് വേണ്ടി വിപ്ലവാത്മകമായ ഒരു മുന്നേറ്റം നടത്തുന്നുണ്ടെങ്കിൽ അത് അവരുടെ മനസ്സിലേക്ക് പമ്പ് ചെയ്ത് തന്നെ കേൾക്കണം. ഒരു കടയിൽ ചെന്നാൽ എന്റെ ഒരു ഉൽപാദകനിൽ നിന്ന് ഒരു ഏജന്റിലൂടെ, കച്ചവടക്കാരനിലൂടെ ഉപഭോക്താവായ എന്നിലേക്ക് എത്തുമ്പോ എന്റെ അവകാശം എന്ത് എന്ന് ബോധിപ്പിക്കുന്ന വ്യാപാർ മേള, അദ്ദേഹം ഉപയോഗിച്ച വാക്കാണ്. വ്യാപാർ മേളകൾ എല്ലാ ജില്ലകളിലും എല്ലാ പഞ്ചായത്തുകളിലും നടക്കണം. ഒരു വീട്ടമ്മ ഒരു കടയിൽ ചെന്ന് സാധനം വാങ്ങുമ്പോൾ കൃത്യമായി പറയണം, 22-ാം തീയതി മുതൽ ഇത്ര രൂപയാകൂ, എന്റെ മോൻ കാൽക്കുലേറ്റർ വെച്ച് ഈ ഉപ്പിന് ഇത്ര കാശേ ആകൂ എന്ന് പറഞ്ഞ് അതിൽ നയാ പൈസ കൂടുതൽ തരാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയുന്ന അമ്മമാരുണ്ടാവണം. അത് വ്യാപാരികൾക്കും നല്ലതാണ്, അവർക്കൊന്നും നഷ്ടപ്പെടുന്നില്ല. നഷ്ടം ബാലഗോപാൽ സാറ് പറയുന്നത് പോലെയുള്ള നഷ്ടമേ ഇതിനകത്തുള്ളൂ. അതൊക്കെ നഷ്ടമാണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോഴും ജനങ്ങളെ ദ്രോഹം തുടർന്നോളാനാണോ അദ്ദേഹം പറയുന്നത്? ഈ കുറവൊന്നും വരുത്തണ്ട എന്നാണോ അദ്ദേഹം പറയുന്നത്? ടാക്സിന്റെ മുതലാളിയൊന്നും അല്ലല്ലോ കേന്ദ്ര സർക്കാർ. നിങ്ങൾ നൽകുന്ന കാശിൽ തന്നെയാണ് കേന്ദ്ര സർക്കാരും പങ്കുവെച്ച് എല്ലാവർക്കും കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് GSTയെ സംബന്ധിച്ച് ബോധവൽക്കരണം എന്ന് പറയുന്നത് ഹരിയുടെയും ലിജിന്റെയും ഷോണിന്റെയും എല്ലാം വലിയ ഉത്തരവാദിത്വമാണ്. തുടങ്ങി വെക്കാൻ എനിക്ക് സാധിക്കും. അത് ഞാൻ തുടങ്ങി വെച്ചിട്ടുണ്ട്, ഇന്നിവിടെ ആവർത്തിച്ചിട്ടുമുണ്ട്. കാർ കമ്പനിക്കാർ മോദിജി പറഞ്ഞതാണ്. ഇത് എനിക്ക് തോന്നുന്നു 1-ാം തീയതി പ്രഖ്യാപിച്ചു അല്ലെ? GST മീറ്റിംഗ് കഴിഞ്ഞ് 1-ാം തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോ 2-ാം തീയതി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട, അതില് ടൊയോട്ടയും മറ്റുള്ളവരും പെടുമെന്ന് എനിക്കറിയത്തില്ല, അവർ 22-ാം തീയതി വരെ കാത്തു നിൽക്കുന്നില്ല. ഞങ്ങളുടെ കാറിന് ഏതാണ്ട് 4 ലക്ഷം രൂപ, ഞങ്ങളുടെ കാറിന് 5 ലക്ഷം രൂപ കുറവ് വരും, ഞങ്ങൾ നാളെ മുതൽ ഇത് നൽകാൻ തയ്യാറാണെന്ന് പറഞ്ഞ കാർ കമ്പനിക്കാരുണ്ട്. ഇത് പ്രധാനമന്ത്രിയുടെ പ്രസംഗമാണ് ഞങ്ങൾ കാര്യകർത്താക്കൾക്ക് വേണ്ടി. അപ്പൊ കച്ചവടക്കാരെല്ലാം കഴുത്തർപ്പന്മാരാണെന്ന് പറയുന്ന ഒരു ധാരണയും പാടില്ല. ചിലപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റം തുടരുന്നത് നമുക്ക് ദ്രോഹമാവുന്നു എന്ന് അത് പറഞ്ഞ് തിരുത്താവുന്നതാണ്. പറഞ്ഞു മനസ്സിലായി? അപ്പൊ ഏതൊക്കെ ഉൽപ്പന്നങ്ങൾക്ക് 28-ൽ നിന്ന് 18-ലേക്ക് വന്നു, 28-ലും 18-ലും ഉണ്ടായിരുന്നത് 5-ലേക്ക് ഏത് വന്നു, 12-ലേക്ക് ഏത് വന്നു എന്നൊക്കെ നോക്കണം. സ്വർണത്തിനാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ കുറവല്ലേ? പക്ഷെ അതിന്റെ വില 3-4 ആണ് സ്വർണത്തിന്. അല്ല, എല്ലാം സ്ലാഷ് ചെയ്യപ്പെട്ടതായിരുന്നു. ആ സ്വാർത്ഥത എന്തായാലും ഉണ്ട്, അതില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ജനങ്ങൾക്ക് വേണ്ടിയല്ല. ഇതൊക്കെയാണ് കാര്യങ്ങൾ. സ്കൂളുകൾ, എത്ര MGM സ്കൂളുകളുണ്ട് അവിടെ? മിസസ് വർക്കിയുടെ ജെംസിന്റെ പല സ്ഥലത്തുമുണ്ട്. എന്താണ് നമ്മുടെ ഓർത്തഡോക്സ് സഭയുടെ ഗ്രീറ്റ്സ് പബ്ലിക് സ്കൂൾ അല്ലേ കൊച്ചിയില്? ഇതിന്റെ എല്ലാം ബ്രാഞ്ചസ് വന്ന കൊച്ചിക്ക് ഭയങ്കരമായ ഈസിങ് കിട്ടും. ഇപ്പൊ ശ്വാസം മുട്ടുകയാണ് കൊച്ചിക്ക്. ഒരുപാട് പദ്ധതികൾ അവിടെ വന്നതിന്റെ പേരിൽ അവിടുത്തെ ആവാസ വ്യവസ്ഥിതിയെ, ഓക്സിജൻ അവൈലബിലിറ്റി വരെ അവർക്കതൊരു സാറ്റലൈറ്റ് സിറ്റി ആയിട്ട് ചേർത്തലയും ആലപ്പുഴയും കായംകുളം വരെ ഉദ്ധരിക്കപ്പെടും. പിന്നെ അത് കൊല്ലത്തിന്റെ ബാധ്യതയാണ് അത്രയും വളർന്നു വന്ന് കൊച്ചിയിലേക്ക് കണക്ട് ആകുക. നമ്മുടെ ഒരു ഇന്റേണൽ കമേഴ്ഷ്യൽ ഇക്കണോമിക് സോഷ്യൽ കോറിഡോർ എന്ന് പറയുന്നത് സാധ്യമാണ്. അപ്പൊ തിരുവനന്തപുരം മുതൽ കൊച്ചി വരെ ഒറ്റ കോറിഡോറിന് കീഴിൽ വരും. അതിന് തിരുവനന്തപുരത്ത് ഇപ്പം കിട്ടിയിരിക്കുന്ന അനുഗ്രഹം വിഴിഞ്ഞമാണ്.
വിഴിഞ്ഞത്തിന് വേണ്ടി 97 മുതൽ പദയാത്രയും കടലിൽ ബോട്ട് ചങ്ങല തീർക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സമര പോരാളിയാണ് ഞാൻ. ഈ പറയുന്ന മഹാന്മാരാരും ഒന്നും ഉണ്ടായിട്ടില്ല. അന്ന് ലീനും സൂര്യ ടി വിയിലുണ്ടായിരുന്ന അണിയറ, അതിന്റെ ലീനും ആ ഇലിയാസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൂടെ. അവരാണ് നയിച്ചത് തന്നെ. ഇതൊന്നും ആർക്കും അറിയത്തില്ല. കപ്പം വാങ്ങി ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്തവരെ മാത്രമേ അറിയത്തുള്ളൂ. അതൊന്നും സാരമില്ല. നമുക്കത് വിഴിഞ്ഞം കേരളത്തിനല്ല, ഇന്ത്യക്ക് അനുഗ്രഹമാണ്. പല രാജ്യങ്ങൾക്കും വിഴിഞ്ഞത്തിന്റെ സൗകര്യം എന്ന് പറയുന്നത് ആ രാജ്യങ്ങൾക്കും അനുഗ്രഹമാണ്. ആർക്കത് അവരെ നിഗ്രഹിക്കും എന്ന് തോന്നിയോ ആ രാജ്യങ്ങളെല്ലാം നമുക്കെതിരും നിന്നിട്ടുണ്ട് വിഴിഞ്ഞത്തിനെതിരെ. അത് വിജയിച്ചില്ല, ഭാരത ജനത വിജയിച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ ഏതാണ്ട് അരമണിക്കൂർ ഞാൻ തന്നെ സംസാരിച്ചു അല്ലേ, 25 മിനിറ്റ്. ഇനി നിങ്ങളുടെ കൂടെ വിഴിഞ്ഞവും എയിംസും അല്ലാതെ എന്താണ് ഒരുപക്ഷെ കോട്ടയം ജില്ലയിൽ പാലായില് അതിന്റെ വടക്കേ അറ്റത്ത് അല്ലേ, കടുത്തുരുത്തിയാണ് ബോർഡർ. ജില്ലയുടെ വൈക്കം വരെയാണ്. തലയോലപ്പറമ്പ്, വൈക്കം, ഇപ്പുറത്ത് കടമറ്റം. ഓക്കെ, ഇപ്പൊ ഏതാണ്ട് അങ്ങോട്ട് അടുത്തു അല്ലേ. കോട്ടയത്തെ കുറിച്ചും ചങ്ങനാശ്ശേരിയെ കുറിച്ചും പത്തനംതിട്ടയിലേക്ക് ചെന്ന് ചേരുന്ന തിരുവല്ലയുടെ ഭാഗങ്ങളായാലും മുണ്ടക്കയം, ഇടുക്കി എന്ന് പറയുന്ന അടുത്ത ജില്ലയായാലും പള്ളാത്തുരുത്തിയാണോ ബോർഡർ വരുന്ന ചങ്ങനാശ്ശേരിയിൽ? അല്ല, പടിഞ്ഞാറോട്ട് അല്ലല്ല, ഞാൻ പറയുന്നത് ചങ്ങനാശ്ശേരി അതെവിടെയായിട്ട് വരും? അതെ, AC റോഡിൽ കോണ്ടൂർ കഴിഞ്ഞ് കിടങ്ങറ. ഓക്കെ. അപ്പൊ അത്രയും പ്രദേശത്ത് എന്താണ് ആലപ്പുഴയ്ക്കും ഇടുക്കിക്കും എറണാകുളം ജില്ലയ്ക്കും തൊടുപുഴ, ഇടുക്കി ജില്ല, അതുപോലെ പുറത്തോട്ട് അല്ല, കോട്ടയം ജില്ലയുടെ കാര്യമാണ് പറയുന്നത്, പത്തനംതിട്ട ജില്ല, ഇതിനൊക്കെ ഗുണകരമാകുന്ന നിങ്ങളുടെ മനസ്സിലുള്ള സ്വപ്നം പങ്കുവയ്ക്കാം. അതെങ്ങനെ നടക്കാം, എന്തുകൊണ്ട് നടക്കില്ല, ആ നടത്താത്തവരുടെ നടുവ് എങ്ങനെ നമ്മൾ ഒടിക്കണം ജനാധിപത്യ സംവിധാനത്തിൽ, ഇതെല്ലാം ഞാൻ പറയും. അതൊക്കെ പറയുന്നതാണ് അവർക്ക് വലിയ പേടി. അതിനെയാണ് ബിന്ദു ടീച്ചറിനെ പോലുള്ളവര് പരദൂഷണം പറച്ചു. ബിന്ദു ടീച്ചറെ, നിങ്ങളെ കൊണ്ട് ഇത് സാധിച്ചില്ല എന്നുള്ളത് തുറന്നു പറഞ്ഞാൽ അത് പരദൂഷണമാവും. എന്നാ അങ്ങനെ ഒരു ഐറ്റം പറയാം. ബിന്ദു ടീച്ചർ MLA ആയിട്ടുള്ള ഇരിഞ്ഞാലക്കുടയിലെ ജനറൽ ആശുപത്രി 4 നില പണിഞ്ഞിട്ടുണ്ട്. ഉദ്ഘാടനം ചെയ്യാൻ പറ്റുന്നില്ല, രോഗികൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതിന്റെ 4ാമത്തെ നില തീർക്കാനുള്ള പണമില്ല. അത് BJPയുടെ MP-യും മന്ത്രിയും ആ 1 കോടി രൂപ തന്റെ മന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ട് ആ ഓഫീസിൽ നിന്നുള്ള പെട്രോളിയം PSU വഴി ആ 1 കോടി എത്തിച്ചു കൊടുത്ത് തീർക്കേണ്ടി വന്നു. അത് നേട്ടമല്ല, ഒരു കോട്ടം നികത്തിയതാണ്.